എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഗോബ്ലിനെ കാണിച്ചുകൊണ്ട് അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ അവൻ സങ്കടപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രിം റീപ്പർ വന്നിട്ട് പറയും, അതെ നിനക്ക് ആ പെണ്ണുമായിട്ട് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അവളുമായിട്ട് അത് പറഞ്ഞു തീർക്കണം, അല്ലാണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ വെറുതെ ടോർച്ചർ ചെയ്യല്ല വേണ്ടത്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ഡ്യൂക്ക് ഉണ്ടല്ലോ, അവൻ വന്നിട്ട് ചോദിക്കും, എന്താ അങ്കിളിന് ഏതെങ്കിലും പെങ്കൊച്ചിനെ ഇഷ്ടമാണെങ്കിൽ അങ്കിളിന് അവളുടെ അടുത്ത് പോയി തുറന്ന് സംസാരിച്ചൂടെ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രിം റീപ്പർ പറയും, അതെ നിന്റെ അങ്കിളിനെ പെണ്ണിനെ ഇഷ്ടമൊന്നുമല്ല, അവനിപ്പോൾ അർജന്റായിട്ട് ഒരു ബ്രൈഡിനെ വേണം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡിയോക്കിന് ഈ ബ്രൈഡിന്റെ കാര്യമൊന്നും അറിയത്തില്ല, അവനിതൊന്നും അറിഞ്ഞുകൂടാതാ പറയുന്നത്. അപ്പോൾ അവൻ പറയും, അങ്കിളുടെ കയ്യിലാണ് മിസ്റ്റേക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അങ്കിൾ അവളുടെ അടുത്ത് നിന്ന് സംസാരിച്ച് സോറി പറയണം, എന്നാൽ മാത്രമേ നിങ്ങൾക്കിടയിലുള്ള ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഗോബ്ലിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ മാജിക് പവർ ഇവരുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രിം റീപ്പർ വെറുതെ ഇരിക്കുമെന്നോ അവനാണെങ്കിൽ അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും നടുക്കായിട്ട് പെട്ടുപോകുന്നത് നമ്മുടെ ഡ്യൂക്ക് തന്നെയാണ്. അവൻ വിചാരിക്കും, എന്നാലും ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് എൻ്റെ കൂടെ താമസിക്കുന്നത് ഗോബ്ലിൻ മാത്രമാ എന്നാൽ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ കൂടെ നിൽക്കുന്ന ഈ രണ്ടാമത്തെ ആളും സാധാരണക്കാരനൊന്നുമല്ല, ആളൊരു ഗ്രിം റീപ്പറാ എന്ന്. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഡ്യൂക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടിരിക്കും. അവനെയാണെങ്കിൽ അവിടെയായിട്ട് രണ്ടുപേരോട് ചേർന്ന് കെട്ടി വെച്ചേക്കുവാണ്. അവനിപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗ്രിം റീപ്പർ വന്ന് ഗോബ്ലിൻ്റെ അടുത്ത് പറയും, അതായത് ഞാൻ എൻ്റെ ഹാറ്റ് വാഷ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോകുക എന്ന്. എന്നാൽ നമ്മുടെ ഗോബ്ലിന് നല്ല ഡൗട്ടുണ്ട്, അതായത് ഇനി ഗ്രിം റീപ്പർ അങ്ങാണം നമ്മുടെ യൂൺടെക്കിനെ തേടി പോവുകയാണോ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ യൂൺടെക്കിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങും. ഇപ്പോൾ പറയുന്ന എക്സ്ക്യൂസ് തന്നെ നമ്മുടെ യൂൺടെക്കിൻ്റെ അടുത്ത് സോറി പറയണമെന്ന്. അങ്ങനെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അവിടെ എല്ലാം വന്ന് അവളെ അന്വേഷിക്കും, അവളുടെ വീട്ടിലും അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തുമല്ല. എന്നാൽ നമ്മുടെ യൂൺടെക്കിൻ്റെ പൊടി പോലും ഇല്ലായിരുന്നു. അങ്ങനെ അവനൊരു പാർക്കിലായിട്ട് എത്തുന്നതും അവിടെയായിട്ട് നമ്മുടെ ഗ്രിം റീപ്പറിനെ കാണും. അപ്പോൾ ഗ്രിം റീപ്പർ പറയും, ഞാനും ഇവളെ തേടി തന്നെ വന്നത്. അപ്പോൾ നമ്മുടെ ഗോബ്ലിൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ഗ്രിം റീപ്പർ പറയും, ഞാൻ അവളെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു നോക്കി, എന്നാൽ അവളുടെ പൊടി പോലും ഇല്ല. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവത്തില്ല അവൾ എവിടെ പോയതാന്ന്. അപ്പോൾ നമ്മുടെ യൂൺടെക്കിനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഷോപ്പില്ലേ അവിടെ തന്നെയാണ് കിടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവളിപ്പോൾ എങ്ങനെ വീട്ടിൽ പോയാലും അവൾക്ക് പ്രശ്നം തന്നെ വരും, അതുകൊണ്ടാണ് അവളിപ്പോൾ ആ കടയിൽ തന്നെ കിടക്കാമെന്ന് വെച്ചത്. അങ്ങനെ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ ആ കടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും അവിടെയായിട്ട് അവളെ എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരു പ്രേതമില്ലേ അതിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ അതിനെ അടുത്തോട്ട് വിളിക്കും. എന്നിട്ട് ചോദിക്കും, എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എന്നെ കാണുമ്പോൾ വന്ന് പറയത്തില്ലേ ഞാൻ ഗോബ്ലിൻ്റെ ബ്രൈഡാണ് എന്ന്, അതിൻ്റെ റീസൺ എന്തുവാ? അങ്ങനെ നമ്മുടെ ഈ പ്രേതമാണെങ്കിൽ അവളുടെ അടുത്ത് സത്യം പറയാനായിട്ട് ഒരുങ്ങും. കൂട്ടത്തിൽ തന്നെ അവൾക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള വേറെ 3 പ്രേതങ്ങൾ കൂടിയുണ്ട്, അവരെയും കൂടി വിളിച്ചുകൊണ്ടുവരും. എന്നിട്ട് ഇവരെല്ലാവരോടും ഇരുന്നിട്ട് നമ്മുടെ യൂൺടെക്കിൻ്റെ അടുത്ത് കഥ പറയാനായിട്ട് ഒരുങ്ങും. അതിലായിട്ടൊരു വയസ്സായ മുത്തശ്ശി ഉണ്ടായിരുന്നു. അവർ പറയും, നിനക്കൊരു കാര്യം അറിയാവോ, പണ്ട് നിൻ്റെ അമ്മയാണെങ്കിൽ ഗർഭിണിയായിട്ടിരുന്നപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. നീയും നിൻ്റെ അമ്മയെ മരിച്ചു പോവേണ്ടതായിരുന്നു. എന്നാൽ പെട്ടെന്ന് നിങ്ങളെ വന്ന് രക്ഷിച്ചത് വേറെ ആരുമല്ല നമ്മുടെ ഗോബ്ലിൻ തന്നെയാണ്. ഗോബ്ലിൻ നിന്നെ വന്ന് രക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നീ ആ സ്പോട്ടിലെ മരിച്ചു പോവേണ്ടതായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൺടെക്ക് ഭയങ്കര ഷോക്കായിപ്പോൾ. കൂട്ടത്തിൽ തന്നെ ആ ഗ്രാൻഡ്മ പറയും, അതായത് നീ തന്നെയാണ് ഗോബ്ലിൻ്റെ ബ്രൈഡും, അതുകൊണ്ടാണ് നിനക്കിപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂൺടെക്കിന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതേസമയം തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുറകെ നിന്നിട്ട് നമ്മുടെ ഗോബ്ലിനും കേൾക്കും. അവനാണെങ്കിൽ ഇതിനകത്ത് വലിയ റിയാക്ഷനൊന്നും കൊടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൺടെക്ക് ഇരുന്ന് ആലോചിക്കുന്ന അവൾ വിചാരിക്കും, എന്നാലും എൻ്റെ ജീവൻ രക്ഷിച്ചത് ഗോബ്ലിൻ തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഇത്രയും മോശമായിട്ട് സംസാരിക്കുകയും നടക്കുകയൊക്കെ ചെയ്തല്ലോ, അയാൾ എൻ്റെ ദൈവം തന്നെയാണല്ലേ, എന്നിട്ടാണ് ഞാൻ അയാളുടെ അടുത്ത് ഇത്രയും മോശമായിട്ട് പെരുമാറിയതെന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ നമ്മുടെ യൂൺടെക്ക് വർക്ക് ചെയ്യുന്ന ആ ഷോപ്പില്ലേ അവിടെയായിട്ട് ഇവളുടെ ആ ആൻറ്റി വരുന്നതാണ്. അവർ വന്നിട്ട് നമ്മുടെ സണ്ണിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് റേസായി സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, എൻ്റെ നെഫ്യൂ എവിടെ പോയി, അവളെ എനിക്ക് കാണണം, അവൾ എൻ്റെ വീട്ടിൽ വന്നില്ല എന്ന്. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സണ്ണിയാണെങ്കിൽ അങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ, സണ്ണി അവർക്കിട്ട് നല്ലത് പറയും. സണ്ണി അവരെ നല്ലതുപോലെ വരട്ടുകയും ചെയ്യും. അവസാനം ഈ ആൻറ്റി ആണെങ്കിൽ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് ഇവരെ വീട്ടിലോട്ട് കയറി വരുന്നതും ഇവർ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്. ആ ആൾക്കാരെല്ലാം നമ്മുടെ ഈ ആൻറ്റീനെ വന്നിട്ട് വഴക്ക് പറയാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്നാണ് ഞങ്ങളുടെ പണം തിരിച്ചു തരുന്നത് എന്ന്. സത്യം പറഞ്ഞാൽ ഈ ആൻറ്റിയുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർ പറയും, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, എന്നാൽ യൂൺടെക്കിൻ്റെ കയ്യിലുണ്ട്, അവളുടെ കയ്യിലാണ് ആ പാസ്ബുക്ക് ഇരിക്കുന്നത്, ആ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ, അതിന് നിങ്ങൾ അവളെ പിടിച്ചാൽ മതി എന്നും പറയട്ടെ അവരെങ്ങനെയെങ്കിലും അതിൽ നിന്ന് തടിയൂരാൻ നോക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യൂൺടെക്കിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമായിരുന്നു. അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. അവളങ്ങനെ ചിരിച്ചു കളിച്ച് നടന്നു വരുന്നതും അവിടെയായിട്ട് ആ ഗുണ്ടകൾ വന്നിട്ട്
എന്നിട്ട് നമ്മുടെ യൂണ്ടക്കിനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും നിന്റെ പാസ്ബുക്ക് എവിടെയാ എന്ന്. അപ്പോൾ അവൾ പറയും എൻ്റെ കയ്യിൽ എൻ്റെ പാസ്ബുക്ക് ഒന്നുമില്ല, അതെൻ്റെ ആൻറ്റിയുടെ കയ്യിലാണ്. എന്നാൽ ഈ ഗുണ്ടകളാണെങ്കിൽ അത് വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അവരെങ്ങനെ അവസാനം നമ്മുടെ യൂണ്ടക്കിനെ പിടിച്ച് കാറിൽ കയറ്റി അവളെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങും. യൂണ്ടക്കിനും മനസ്സിലാവത്തില്ല അവളിപ്പോൾ എന്ത് ചെയ്യുമെന്ന്. അവരാണെങ്കിൽ ഇവളുടെ ബാഗെല്ലാം അരിച്ചു പറക്കും. അപ്പോൾ നമ്മുടെ യൂണ്ടക്ക് പറയും ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ പാസ്ബുക്ക് ഇല്ല, അതെൻ്റെ ആൻറ്റിയുടെ കയ്യിലാണ് എന്ന്. എന്നാൽ അവന്മാരത് വിശ്വസിക്കത്തേ ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ ഗോബ്ലിനെയും ഗ്രിം റീപ്പറിനെയും കാണിക്കും. ഇവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എന്തോ വലിയ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ മാറ്റി എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. അതേസമയം തന്നെ നമ്മുടെ യൂണ്ടക്കിനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുവാണ്. അതേപോലെ തന്നെ അതിനകത്തുള്ള ഒരുത്തനാണെങ്കിൽ സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ കത്തിക്കും. ഇത് കാണുന്നത് നമ്മുടെ യൂണ്ടക്ക് വിചാരിക്കും ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും ആ സിഗരറ്റ് കത്തിക്കുന്ന ലൈറ്റർ അങ്ങ് ഊതി അണച്ചു കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗോബ്ലിൻ എത്തുമെന്ന്. അവളങ്ങനെ അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ അതിനകത്തുള്ള വേറൊരുത്തനാണെങ്കിൽ നമ്മുടെ യൂണ്ടക്കിനെ പിടിച്ച് പുറകിലോട്ട് പിടിച്ചങ്ങിരുത്തും. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ യൂണ്ടക്കിൻ്റെ കഴുത്തിന് പുറകിലായിട്ടുള്ളൊരു മറുകില്ലേ അതങ്ങനെ ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ഇവന്മാർ രണ്ടുപേരും നമ്മുടെ യൂണ്ടക്കിനെയും കൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വെച്ചിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അവിടെ കാണിക്കും രണ്ടുപേരും ഇങ്ങനെ ഇരുട്ടത്തൂടി നടന്നു വരുന്നത്. ഈ ഗാങ്സ്റ്റേഴ്സിന് മനസ്സിലാവത്തില്ല എന്നാലും ഇവർ ആരാ എന്ന്. അങ്ങനെ അവന്മാരാണെങ്കിൽ കാർ നിർത്തിയിട്ടിട്ട് നോക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോബ്ലിൻ്റെ ദേഹത്തായിട്ട് ആ വാള് കുത്തി വെച്ചേക്കുമല്ലേ. എന്നാലും അവൻ എപ്പോഴെങ്കിലും അർജൻറ്റായിട്ടുള്ള സമയത്ത് ആ വാളിൻ്റെ പവർ അവന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ വാളങ്ങ് എടുക്കും. എന്നിട്ടാണെങ്കിൽ ആ കാറിനെ രണ്ടായിട്ട് അങ്ങ് മുറിച്ച് കളയും. സത്യം പറഞ്ഞാൽ ഒരു സൈഡിൽ നമ്മുടെ യൂണ്ടക്കും പോവും, രണ്ടാമത്തെ സൈഡിൽ ആ ഗുണ്ടകളും പോവും. ഇതിനകത്താണെങ്കിൽ നമ്മുടെ ഗോബ്ലിൻ വേഗം തന്നെ വന്നിട്ട് യൂണ്ടക്കിനെ അങ്ങ് രക്ഷിക്കും. അപ്പോഴാണ് അവൾക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനം ആവുന്നത്. അവൾ അങ്ങനെ ഭയങ്കരമായിട്ട് റിലീഫായിട്ട് ഫീൽ ചെയ്യും. അക്കൂട്ടത്തിൽ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഗുണ്ടകളിലെ അവന്മാരെ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആ ഒരു റോഡിനെ മാപ്പിൽ കാണിക്കാത്ത കണക്കും. അതേപോലെ തന്നെ ഇവന്മാരെ ആരും രക്ഷിക്കാൻ വരാത്ത രീതിയിൽ മാജിക് ചെയ്തു വെക്കും. ഇത് കാണുന്നത് നമ്മുടെ ഗ്രിം റീപ്പർ വന്നിട്ട് പറയും അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവന്മാരെ വെറുതെ വിടുമെന്നാണോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഗോബ്ലിനെയും ഗ്രിം റീപ്പറിനെ ഇപ്പോൾ ഇവന്മാർ കണ്ടായിരുന്നല്ലോ അതിൻ്റെ മെമ്മറീസ് എല്ലാം വായിക്കും. എന്നിട്ട് കൂട്ടത്തിൽ പറയും നിങ്ങൾ രണ്ടുപേരും ഈ ഒരു കാലത്തും ഒരുമിച്ച് കൂട്ടുകൂടത്തില്ല, നിങ്ങൾ എപ്പോഴും അടികൂടിക്കൊണ്ടേ ഇരിക്കുമെന്ന്. എന്നിട്ട് ഇവർ മൂന്നുപേരും അവിടെ നിന്ന് ഇറങ്ങി നടക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂണ്ടക്ക് നോക്കും ഈ സ്ഥലത്ത് ഒരു വണ്ടി പോലും വരത്തില്ലേ എന്ന്. അവളിപ്പോൾ നടന്ന് നല്ലതുപോലെ ക്ഷീണിച്ചായിരുന്നു. അപ്പം നമ്മുടെ ഗോബ്ലിൻ പറയും ഇല്ല വരത്തില്ല, ഞാനിപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റിയേക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗോബ്ലിനും അതേപോലെ തന്നെ യൂണ്ടക്കും കൂടി അടുത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് കാര്യം പറയുന്നതാണ്. അവിടെ നമ്മുടെ യൂണ്ടക്കാണെങ്കിൽ ഗോബ്ലിൻ്റെ അടുത്ത് സോറി പറയും. എന്നിട്ട് പറയും എൻ്റെ ജീവനും എൻ്റെ അമ്മയുടെ ജീവനും രക്ഷിച്ചത് നിങ്ങളല്ലേ, അതിന് ഞാൻ ഒരുപാട് കടപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അപ്പോൾ നമ്മുടെ ഗോബ്ലിൻ ചോദിക്കും എനിക്ക് നന്നായിട്ടറിയാം നീ ഒന്നും കഴിച്ചിട്ടില്ല എന്ന്, നിനക്ക് ഇവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് പൊക്കൂടെ. അപ്പോൾ നമ്മുടെ യൂണ്ടക്ക് പറയും അതിൻ്റെ യാതൊരു ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോബ്ലിന് നല്ലതുപോലെ അറിയാം അവളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഡ്യൂക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവളെ ടോർച്ചർ ചെയ്യുന്നത് ആരൊക്കെയാണോ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കും. അങ്ങനെ നമ്മുടെ ഡ്യൂക്ക് വന്നിട്ട് ഇൻഫർമേഷനും കൊടുക്കും. അതായത് നമ്മുടെ യൂണ്ടക്കിൻ്റെ ആൻറ്റിയും അതേപോലെ തന്നെ അവരുടെ ഫാമിലിയാണ് ഇവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നത് എന്ന്. അങ്ങനെ നമ്മുടെ ഗോബ്ലിൻ വിചാരിക്കും ഇവർക്ക് എന്തായിരുന്നാലും നല്ലൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഈ ആൻറ്റിയില്ലേ അവരുടെ വീടിൻ്റെ മുമ്പിലായിട്ട് തന്നെ 2 ഗോൾഡ് ബാർ അവൻ്റെ മാജിക് യൂസ് ചെയ്ത് കൊണ്ടുവയ്ക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ എപ്പോഴും ഡ്രിങ്ക് ചെയ്തിട്ട് അവൻ ഇതേപോലെ ഒരുപാട് ഗോൾഡ് ബാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ഡ്യൂക്കിന് പണ്ടേ മനസ്സിലായത് അതായത് ഇവൻ്റെ അങ്കിളാണെങ്കിൽ സാധാരണ ഒരു മനുഷ്യനല്ല, പകരം ഒരു ഗോബ്ലിനാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂണ്ടക്കിൻ്റെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ അവളുടെ ആൻറ്റി നമ്മുടെ യൂണ്ടക്കിൻ്റെ റൂമിലോട്ട് കയറി വരുമ്പോൾ എന്തോ അവിടെയായിട്ട് 2 ഗോൾഡ് ബാർ ഇരിക്കുന്നു. ഇത് കാണുന്നതും അവർ ഭയങ്കര ഷോക്കായി പോവും. അവർ വിചാരിക്കും എന്തായിരുന്നാലും യൂണ്ടക്ക് അവളുടെ കയ്യിലുള്ള പണം എല്ലാം കൂടി എടുത്തിട്ടായിരിക്കും ഇങ്ങനെ ഗോൾഡ് ബാർ ആക്കി വെച്ചേക്കുന്നേ എന്ന്. അങ്ങനെ അവരാണെങ്കിൽ ഇത് അവരുടെ ഫാമിലിയിൽ കാണിക്കും. എല്ലാവരും ഈ ഗോൾഡ് ബാറിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അടി കൂടാൻ തുടങ്ങും. 3 പേരും ആ ഗോൾഡ് ബാറിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അവസാനം ഇവർ 3 പേരും ആ ഗോൾഡ് ബാറിൻ്റെ മുമ്പിലായിട്ട് കാവലിരിക്കും. അതായത് ഉറക്കമൊന്നും ഇല്ലാതെ നോക്കിക്കൊണ്ടിരിക്കത്തില്ലേ. അങ്ങനെ അവസാനം ഇവർ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോകുന്നതും ഇവരുടെ കൂട്ടത്തിലുള്ള ആ ആൻറ്റിയുടെ മോളുണ്ടല്ലോ അവരാണെങ്കിൽ ഈ ഗോൾഡ് ബാറും എടുത്തുകൊണ്ട് ഓടിപ്പോവും. അങ്ങനെ ഈ ആൻറ്റിയും അതേപോലെ തന്നെ ആൻറ്റിയുടെ മോനും ഇല്ലേ രണ്ടുപേരും ഇപ്പോൾ ആ ഗോൾഡ് ബാറും അന്വേഷിച്ച് ഭയങ്കരമായിട്ട് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർക്കിപ്പോൾ മനസ്സമാധാനം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഇതെല്ലാം നോക്കി ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഡ്യൂക്കിൻ്റെ അടുത്ത് പറയും സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ
ഇത്രയും വർഷം ജീവിച്ചതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോബ്ലിൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ബ്രൈഡിനെ പറ്റിയിട്ടല്ല കേട്ടോ. എന്നാൽ അവൻ വിചാരിക്കുന്നത് അവൻ്റെ ആ രാജ്യത്തിലുണ്ടായിരുന്ന കിങ് ഇല്ലേ, അവനെ കാണണമെന്നാ നമ്മുടെ ഗോബ്ലിൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറേ വർഷം ആ രാജാവിന് വേണ്ടിയിട്ടല്ലേ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ കാരണമാണ് ഞാൻ ഒരുപാട് ആൾക്കാരെ കൊല്ലേണ്ടതായിട്ട് വന്നത്. അവൻ കാരണം തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ജീവിതവും ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്ന് തിരിച്ചു വന്നോ ആ സമയത്ത് അവൻ ഓൾറെഡി മരിച്ചു പോയായിരുന്നു. എനിക്കവനെ കൊല്ലാൻ പറ്റിയില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവനെ അങ്ങ് കൊന്നു കളയണമെന്ന. അത് അവനിപ്പോൾ മറുജന്മം എടുത്ത് ഇപ്പോൾ വീണ്ടും ജനിച്ചാലും ശരി, അവനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവനെ കൊന്നു കളയുമെന്ന് നമ്മുടെ ഗോബ്ലിൻ്റെ അടുത്ത് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗ്രിം റീപ്പറിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലായിട്ട് വന്നേക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന ഉടനെ തന്നെ അവൻ്റെ തൊപ്പിയെടുത്തങ്ങ് തലയിൽ വെക്കും. എന്നിട്ടൊരു ഡോക്ടറിനെ വന്ന് കണ്ടിട്ട് പറയും, നിങ്ങളുടെ ജീവൻ അവസാനിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന്. ആ ഡോക്ടർ കാണുന്നത് ഷോക്കായി പോവും. തൊട്ടടുത്ത് തന്നെ അയാളുടെ ബോഡി കൊണ്ടുവന്നത് കാണും. അപ്പോഴേ ഡോക്ടറിന് മനസ്സിലാവുന്നത് അയാൾ മരിച്ചുപോയി എന്ന്. ഈ ഡോക്ടറാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. ഇത് കാണുന്നേ നമ്മുടെ ഗ്രിം റീപ്പർ പറയും, നിങ്ങൾ ഇത്രയും സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല, നിങ്ങളിപ്പോൾ പ്രൗഡ് ചെയ്യേ വേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരാളുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് മരിച്ചുപോയത്. ഈ രോഗി ഇപ്പോൾ കിടക്കുന്നില്ലേ, അയാൾ ഇപ്പോൾ ജീവനോടെ ഉണ്ട്. ഇത് കേൾക്കുന്ന ഞാൻ ഡോക്ടറിന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൺടെക്കിനെയാണ്. അവളാണെങ്കിൽ അവളുടെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ലൈബ്രറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൺടെക്കിൻ്റെ മൈൻഡിൽ മൊത്തവും നമ്മുടെ ഗോബ്ലിനെ പറ്റിയിട്ടുള്ള ചിന്തയാണ്. അവർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ, കാനഡയിൽ പോയതും അതേപോലെ തന്നെ ഇവർ എൻജോയ് ചെയ്ത ഓരോ മൊമെന്റ്സും അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും. അതേസമയം തന്നെ നമ്മുടെ ഗോബ്ലിനെ കാണിക്കും. അവനും ഇപ്പോൾ നമ്മുടെ യൂൺടെക്കിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ വിചാരിക്കും, എന്നാലും ആ യൂൺടെക്കുമായിട്ട് ഞാൻ എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്തു, എന്നാലും എന്തുകൊണ്ടായിരിക്കും അവൾ എൻ്റെ ബ്രൈഡ് ആവാത്തത് എന്നൊക്കെ അവനും ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ യൂൺടെക് ആണെങ്കിൽ ആ ലൈബ്രറിയിലായിട്ട് വന്നിട്ട് അവൾ ഒരു മാപ്പിൾ ലീഫ് എടുത്ത് ഒരു ബുക്കിനകത്തായിട്ട് വെച്ചില്ലായിരുന്നോ, ആ ബുക്ക് തേടുന്നതാണ്. അവൾ എത്രയൊക്കെ നോക്കിയിട്ടും ആ ബുക്ക് കിട്ടത്തില്ല. അതേസമയം തന്നെ അവിടെയായിട്ട് ഒരു കോയിൻസിഡൻ്റ് ആയിട്ട് നമ്മളുടെ ഡ്യൂക്കും വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ആ ലൈബ്രറിയിലുള്ള ആളുടെ അടുത്ത് പറയും, എനിക്ക് ഈ ബുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, ഞാൻ ഈ ബുക്ക് റിട്ടേൺ ചെയ്യുക എന്ന്. നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ യൂൺടെക്ക് ഏത് ബുക്കാണോ തേടുന്നത് അതേ ബുക്ക് തന്നെ അവനും കയ്യിൽ വെച്ചേക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്യൂക്ക് ആണെങ്കിൽ അവിടെ പറയും, എനിക്ക് ഈ ബുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്ത് ഏതോ ഒരാളുടെ മെമ്മറീസും ഉണ്ട്, ഞാനിത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര വിഷമാവുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ മാപ്പിൾ ലീവ്സും എടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ യൂൺടെക്ക് ഉണ്ടല്ലോ, അവൾ അവിടെ വന്നിട്ട് ആ മാപ്പിൾ ലീവ്സ് അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് അവൻ്റെ അടുത്താണെങ്കിൽ നല്ലതുപോലെ ഫ്രണ്ട്ലി ആവും. എന്നിട്ട് അവൾ പറയും, എന്തായിരുന്നാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്, എനിക്കിത് ഭയങ്കര വേണ്ടപ്പെട്ടതായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്യൂക്കും അതേപോലെ തന്നെ യൂൺടെക്കും അവിടെ ഫ്രണ്ട്സ് ആവും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡ്യൂക്കിനാണെങ്കിൽ അറിയത്തേ ഇല്ല, അതായത് നമ്മുടെ ഗോബ്ലിൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആ പെൺകുട്ടി ഇവളാണെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ യൂൺടെക്കിന്റെ ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തത് നമ്മുടെ ഡ്യൂക്ക് ത്രൂ അല്ലായിരുന്നോ. യൂൺടെക്കിന്റെ വീട്ടിലായിട്ട് ഗോൾഡ് ബാർ വെച്ചതും ഒക്കെ നമ്മുടെ ഡ്യൂക്കിനും അറിയാം. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിലുള്ള ആ ഒരു പെൺകുട്ടി ഇവളാണെന്ന് മാത്രം അവന് മനസ്സിലാവത്തില്ല. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.